നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് ലഭിച്ചിരുന്ന മാസം 1000 രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പുതിയ സർക്കാർ നിർത്തലാക്കിയോ, ഇനി നമുക്ക് പെൻഷൻ ലഭിക്കാൻ സാധ്യതയുണ്ടോ, ഉണ്ടെങ്കിൽ എന്നാണ് ലഭിക്കുക, ഇപ്പോൾ തന്നെ 2 മാസം കുടിശ്ശികയായ പെൻഷൻ എന്നാണ് ലഭിക്കുക എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത്. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മാസം 1000 രൂപയുടെ പെൻഷൻ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന സ്ത്രീകൾക്കായിരുന്നു സർക്കാരിൻ്റെ പ്രഖ്യാപനം. കഴിഞ്ഞ ഒക്ടോബർ, നവംബർ മാസങ്ങളിലായിരുന്നു സർക്കാർ ഇങ്ങനെ പ്രഖ്യാപനം നടത്തിയത്. അതിനുശേഷം അപേക്ഷ സ്വീകരിക്കുകയും ഒരുപാട് ആളുകൾ അക്ഷയ കേന്ദ്രങ്ങളിൽ മണിക്കൂറോളം വരിയെന്നാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപേക്ഷ സമർപ്പിച്ച ആളുകൾ തന്നെ ഒരുപാട് ആളുകൾക്ക് പിന്നീട് അത് റിജക്റ്റ് ആവുകയും ആ റിജക്റ്റ് ആയത് പിന്നീട് വീണ്ടും അക്ഷയ കേന്ദ്രങ്ങളിൽ വരി നിന്ന് അപേക്ഷ നൽകി. അതിനുശേഷം ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ 2 മാസത്തെ പെൻഷനാണ് ലഭിച്ചിരുന്നത്. നിങ്ങൾക്ക് എത്ര രൂപയാണ് പെൻഷൻ കഴിഞ്ഞ മാസം ലഭിച്ചത്? 2000 രൂപ ലഭിച്ച ആളുകൾ അത് അക്കാര്യമൊന്നും, അതല്ലെങ്കിൽ 3000 ലഭിച്ച ആളുകൾ അക്കാര്യമൊന്നും കമ്പനിയിൽ രേഖപ്പെടുത്തുക. പിന്നീട് ഇലക്ഷൻ വന്നു. ഇലക്ഷൻ നടന്ന മാസവും അതിനുശേഷം പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന മാസവും പെൻഷൻ ലഭിച്ചില്ല. ഇപ്പോൾ കഴിഞ്ഞ 2 മാസത്തെ പെൻഷൻ കുടിശ്ശിക അടക്കം 3000 രൂപയാണ് ഇപ്പോൾ ഈ ഒരു ഇനത്തിൽ സ്ത്രീകൾക്ക് ലഭിക്കാനുള്ളത്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. ആശാ വർക്കർമാർക്ക് 3000 രൂപയുടെ സാലറി കൂട്ടി. അതുപോലെ തന്നെ KSRTCയിൽ ഈ മാസം 15-ാം തീയതി മുതൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചു. അങ്ങനെ പല കാര്യങ്ങളും സർക്കാർ ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണവും നടന്നു. എന്നാൽ എപ്പോഴൊന്നും ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാർ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീഡിയോ ചെയ്യാത്തതിരുന്നത്. ഇനിയൊരു പക്ഷേ ഈ മാസം 19-ാം തീയതിയാണ് നമുക്ക് ബജറ്റ് അവതരണം ഉണ്ടായിരിക്കുക. ഈ സർക്കാരിൻ്റെ ബജറ്റ് അവതരണം 19-ാം തീയതിയാണ്. ആ ബജറ്റ് അവതരണത്തിന് ശേഷമായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്തിമമായ തീരുമാനമെടുക്കുക. നമുക്കറിയാം, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നീതിയുമായി ബന്ധപ്പെട്ട് ഇന്ന് ധവളപത്രം പുറത്തിറക്കി. ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതിൻ്റെ എല്ലാം നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും ഇനി സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കുക. എന്നിരുന്നാലും ഇപ്പോൾ നമ്മൾ അപേക്ഷ സൈറ്റ് ഇപ്പോഴും ഓപ്പണാണ്. അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുമുണ്ട്. അപേക്ഷ സമർപ്പിച്ച ആളുകൾക്ക് ഇപ്പോൾ 2 മാസത്തെ കുടിശ്ശിക പെൻഷൻ സൈറ്റിൽ കാണിക്കുന്നുമുണ്ട്. നിങ്ങൾ പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് വെബ്സൈറ്റ് വഴി അറിയാൻ സാധിക്കും. പെൻഷൻ പോർട്ടൽ വഴി ചെക്ക് ചെയ്യാം. നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, അതുപോലെ തന്നെ വിധവാ പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ, എല്ലാ പെൻഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പോർട്ടൽ വഴി ചെക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ലിങ്ക് ആവശ്യമുള്ള ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യം ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മളുമായി ബന്ധപ്പെട്ട നമ്മൾ ചെയ്യുന്ന വീഡിയോസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നമ്മളുമായി വാട്സപ്പിൽ ബന്ധപ്പെടാം. വാട്സപ്പ് നമ്പർ ലഭിക്കണമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തി നമ്മൾ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ഒരു ചാനലിൽ ഇതുപോലത്തെ വീഡിയോസുകൾ മാത്രമായിരിക്കും വരുന്നത്. സർക്കാരിൽ നിന്നുള്ള അപേക്ഷകൾ, പെൻഷൻ, ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കാർഷിക പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ചാനൽ വീഡിയോസുകൾ വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.